അപ്പോഴേ ഇവിടെയൊക്കെ മഞ്ഞൾ നട്ടിട്ടുണ്ട്. പന്നി കുത്തി ഇതെല്ലാം ഭയങ്കര തറച്ചു പോയല്ലോ. മഞ്ഞളാണോ മുറിയുന്നേ? ഇവിടെ ചേമ്പുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൊക്കെ, അതെല്ലാം പന്നി കുത്തിയിട്ട് മഞ്ഞളടക്കം പറിച്ച് കളഞ്ഞു. കൊട്ട ഇങ്ങനത്തെ പന്നി ഇതിൻ്റെ നേരത്തെ കുത്തി മണ്ണെല്ലാം ഇളക്കി കളഞ്ഞു. ഉണ്ടോ? അവിടെ ഇവിടെയൊക്കെ നട്ടു വെച്ചതാണ്. അങ്ങനെ സ്ഥലമുള്ള സ്ഥലത്തെല്ലാം അവിടെ ഇവിടെയെല്ലാം കൃഷികളാണ്. എല്ലാ കൊല്ലം നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾ കിട്ടുവേ. ഇത് പറിച്ച് പുഴുങ്ങി ഉണങ്ങി പൊടിച്ചു നോക്കും. കഴിഞ്ഞ കൊല്ലത്തെ പൊടി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇത് എല്ലാം പൊഴിഞ്ഞ് ഇനി മഴ പെയ്ത് കഴിഞ്ഞ് ഇത് കിളുക്കും. അതിന് മുമ്പേ പറിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളുമൊക്കെ കുറേ ഉണ്ടായിരുന്നേ. പ്രാവശ്യം കുറവെല്ലാം ചെറുതാണ്. ഒന്നാമത് ഇത് എല്ലാം പന്നിയെല്ലാം കുത്തി കളഞ്ഞുകൊണ്ട് ഒന്നും ഒരു ഉഷാറായില്ല ആയിരുന്നു. അപ്പോൾ അതേതായാലും പന്നി കൊണ്ടുപോയില്ല. അപ്പോൾ അത് നോക്കട്ടെ എത്ര വലിപ്പം ഉണ്ടെന്ന്. മഞ്ഞളും ചേനയും ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചേനയും പറിച്ചേ. ഒന്നേ ഉള്ളൂ ഇപ്രാവശ്യം. ഇവിടെ ഞാനൊരു ചേന നട്ടാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ മഞ്ഞൾ നട്ടേ. ചേമ്പെല്ലാം പന്നി കൊണ്ടുപോയി. ഈ ചേന കൊണ്ടുപോയില്ല. ഞാൻ എന്നടുത്ത് അറിയാം, ഒരു കമ്പ് കുത്തിയിട്ട് പ്ലാസ്റ്റിക് വെച്ച് പൊതിഞ്ഞ് കെട്ടി വെച്ചു ഇതിന് കാണാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ചേന കിട്ടി. അല്ലാതെ ചേനയും കൊണ്ടുപോയേനെയായിരുന്നു. ഈ മുറ്റത്ത് തന്നെയാണ് പന്നി വന്ന് കൊണ്ടുപോകുന്നത്. ഒന്നും കിട്ടുകയില്ല. ചിലതിലൊക്കെ നല്ലപോലെ ഉണ്ട്, ചിലതിലൊന്നും ഒന്നുമില്ല. എന്നാലും കിട്ടും, നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടും. അങ്ങനത്തെ സൈഡിലാണ് ഞാൻ ഈ മഞ്ഞൾ നടുന്ന ഓരോന്നോരോന്നായിട്ട്. അത് വലിയ സ്ഥലമൊന്നുമില്ല, ഉള്ള സ്ഥലത്താണ്. കല്ലൊക്കെയാണേ. ഇതാ ഇത് കണ്ടോ ഒരു മൂട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു, ഓരോ മൂടും ഉണ്ടായിരുന്നു. പ്രാവശ്യം കുറവാണ്. ചിലത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ചേന പറിച്ചു. പിന്നെ ഇത് പറിച്ച അവശതയായി തളർന്നിരിക്കും. ഒരു കൊട്ടം മഞ്ഞൾ ഇനി അവിടെ എവിടെയൊക്കെ കാണുമായിരിക്കും. ഇത് മതി. കാണുന്നില്ല ഇതിൻ്റെ തടയൊന്നും, ഇതിൻ്റെ ഇത് ഇങ്ങനെയുള്ള വശമൊന്നും കാണുന്നില്ല. കണ്ടതെല്ലാം പറിച്ചു. ഇനി അടുത്ത കൊല്ലം കിളുക്കും ബാക്കിയുണ്ടെങ്കിൽ. അപ്പം മതി, ഇത് തന്നെയുണ്ട് നമുക്ക് ആവശ്യത്തിന്. കഴിഞ്ഞ കൊല്ലം ഇത്രയും പറിച്ചിട്ട് ഇപ്പോഴും ഉണ്ട് മഞ്ഞപ്പൊടി നമുക്ക് പൊടിപ്പിച്ച് പുഴുങ്ങി ഉണങ്ങി പൊടിപ്പിച്ച് വെച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പിന്നെ ഇനി അടുത്തെല്ലാം എടുത്ത് കഴുകി പുഴുങ്ങി ഉണങ്ങി പൊടിപ്പിക്കാം. അപ്പോഴേ ഇക്കൊല്ലം ഇനി കുറച്ചൊരു ഇഞ്ചിയുണ്ട് പറിക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 ചാക്കിനകത്ത് ചെറുകിഴങ്ങും ഉണ്ട്. അതുകൂടി പറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഈ പറിക്കലിൻ്റെ കഴിയും. ഇനി അടുത്ത കൊല്ലം വീണ്ടും കൃഷി തുടങ്ങണം. അയ്യോ.